മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ബിരുദ അഡ്മിഷനിൽ 40,000-ലധികം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ള വാർത്ത സമീപകാലത്താണ് വായിക്കുന്നത്. കേരളത്തിൽ നിന്ന് 10 ലക്ഷത്തിലധികം ആളുകൾ വരും വർഷങ്ങളിൽ നാട് വിടുമെന്ന് ശശി തരൂർ പറഞ്ഞത് കഴിഞ്ഞ വാരമാണ്. എങ്ങനെ കണക്ക് കൂട്ടിയാലും കേരളം വൃദ്ധസദനമായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും +2-വിലും തന്നെ എത്രയും വേഗം നാട് വിട്ട് വിദേശ രാജ്യങ്ങളിൽ ചേക്കേറുന്ന മനസ്ഥിതിയിലേക്ക് നമ്മുടെ കൊച്ചുകുട്ടികൾ പോലും അവരുടെ മനസ്സ് പോലും സഞ്ചരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കേരളം അത്രമേൽ വാസയോഗ്യമല്ലാത്ത, സാമ്പത്തിക സുരക്ഷിതത്വം നൽകാത്ത, ജീവിക്കാനുള്ള സാധ്യതകൾ നൽകാത്ത നാടായി മാറിയോ? അതോ വിദേശത്തേക്കുള്ള യാത്രയുടെ ഭ്രമം കേവലം ഒരു അക്കര പച്ച മാത്രമാണോ? ഈ വിഷയമാണ് നമ്മൾ ഫയർ റൂമിൽ ചർച്ച ചെയ്യുന്നത്. കൂടെയുള്ളത് സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധയായ ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, ഒപ്പം സൈക്കോളജിസ്റ്റ് ഡോക്ടർ ബിപിൻ വി റോൾഡന്റ്. എല്ലാ പ്രേക്ഷകർക്കും ഫയർ റൂമിലേക്ക് സ്വാഗതം. ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, നമ്മൾ ഈ മൈഗ്രേഷനെ കുറിച്ചുള്ള ചർച്ചകൾ വർഷങ്ങളായി നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക്കലി പറഞ്ഞാൽ ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് നമ്മളെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ ഏറുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ പള്ളികൾ അടഞ്ഞു കിടക്കുന്നു, സ്കൂളുകൾ അടയുന്നു. ഇപ്പോൾ ഞാൻ കോട്ട് ചെയ്ത കണക്കുകൾ ഉൾപ്പെടെ നമ്മുടെ എത്രയോ സ്ഥാപനങ്ങളാണ് ഇന്ന് ആളില്ലാത്ത അടച്ചുപൂട്ടപ്പെടാൻ പോകുന്നത്. തീർച്ചയായിട്ടും അടച്ചുപൂട്ടപ്പെടുന്നത് അതിശയോക്തി ഇല്ലാതെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ശരിക്കും ഒരു എക്കണോമിസ്റ്റ് നിലയിൽ ഇതിനെ കാണുമ്പോൾ ഇതിന്റെ അടിസ്ഥാനം സമ്പത്ത് തന്നെയല്ലേ? ഒരു സാമ്പത്തികമായിട്ടുള്ള റീസൺ അപ്പുറത്ത് എത്രത്തോളം ഉണ്ട് മറ്റു റീസൺ? ഇതിന്റെ എല്ലാം അടിസ്ഥാനം സമ്പത്ത് തന്നെയല്ലേ? അടിസ്ഥാനപരമായിട്ട് നല്ലൊരു ശതമാനം പലായനങ്ങളുടെ അല്ലെങ്കിൽ കുടിയേറ്റങ്ങളുടെ ഒക്കെ പിന്നിൽ സാമ്പത്തിക കാരണങ്ങളാണ്. ഒരു സാമ്പത്തിക ഭദ്രത അത് എല്ലാവരുടെയും ഒരു അഭിലാഷമാണല്ലോ, നമുക്കൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. അതോടൊപ്പം തന്നെ ഈ ഗ്ലോബലൈസേഷൻ ഈ കാലഘട്ടത്തിൽ വേൾഡ് ഹാസ് ബിക്കം എ ഗ്ലോബൽ വില്ലേജ്. അപ്പോൾ വിവര സാങ്കേതിക വിദ്യ വളർന്നതോടുകൂടി എല്ലാ രാജ്യങ്ങളിലും എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഇപ്പോൾ കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നു. ഇവിടെ ഇരുന്നുകൊണ്ട് ഓക്സ്ഫോർഡിനെ കുറിച്ചും കേംബ്രിഡ്ജിനെ കുറിച്ചും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിനെ കുറിച്ചും ഒക്കെ സെർച്ച് ചെയ്യാൻ ഇന്നത്തെ കുട്ടികൾക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പുറത്തു പോയി പഠിച്ചാൽ കുറച്ചുകൂടി ജോബ് സെക്യൂരിറ്റി, വർക്ക് കൾച്ചർ, നല്ല വർക്ക് കൾച്ചർ കിട്ടും, കരിയർ ഗ്രോത്ത്, ഇതൊക്കെ അവരുടെ സ്വപ്നങ്ങളിൽ പെട്ടതാണ്. കരിയർ ഗ്രോത്ത് കിട്ടും, ഇതൊക്കെ കിട്ടും. രണ്ടാമത്തൊരു സ്ഥലം അവർ ചിന്തിക്കുന്നത് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഏറ്റവും ആഗ്രഹം ഫ്രീഡമാണ്. വീട്ടിൽ കിട്ടാത്തതും നാട്ടിൽ കിട്ടാത്തതും അവരാഗ്രഹിക്കുന്ന ഫ്രീഡമാണ്. അപ്പോൾ ഇവരിങ്ങനെ ഇതൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇവർ കാണുന്നു അവിടെ ഉള്ളവർക്ക് നല്ല ഫ്രീഡമുണ്ട്. ദ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, ചലന സ്വാതന്ത്ര്യമുണ്ട്, നല്ല വിസിബിലിറ്റിയും മൊബിലിറ്റിയും ഒക്കെ. ഇവിടെ കൂച്ചുവിലങ്ങുകൾ, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് പോകരുത്, അങ്ങനെ ഇതെല്ലാം കൂടി കാണുമ്പോൾ ഇന്നത്തെ പിള്ളേരുടെ ആ ഒരു സ്വാതന്ത്ര്യത്തിനേക്കുള്ള ഒരു ത്വര, അല്ല അവരുടെ ആഗ്രഹത്തിന് ഏറ്റവും നല്ല നാടുവിടുന്നതാണ്. അവൻ 8ാം ക്ലാസ് മുതൽ സെർച്ച് ചെയ്യാൻ തുടങ്ങും ഏത് രാജ്യത്ത് പോകണം. പണ്ടൊക്കെ ഗൾഫായിരുന്നു, ഇന്ന് ഗൾഫിന് അപ്പുറത്തോട്ട് ഓസ്ട്രേലിയയോ UK യൂറോപ്പോ അമേരിക്കയൊക്കെ ഇവനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുക എന്നതിനേക്കാൾ ഏറെ അവിടുത്തെ സഞ്ചാര സ്വാതന്ത്ര്യവും അവിടുത്തെ മറ്റു പല ഇമോഷണൽ അല്ലെങ്കിൽ അവൻ്റെ വൈകാരികമായ അവനെ സ്വാധീനിക്കുന്ന ഒത്തിരി ഘടകങ്ങളുണ്ട്. സാമ്പത്തികമില്ലെന്നല്ല, സാമ്പത്തികമുണ്ട്, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സ്വാതന്ത്ര്യം എല്ലാം കൂടിയുണ്ട്. ഇതൊക്കെ വരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് അറിയാം. അവൻ നോക്കുമ്പോഴത്തേക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പഠിക്കാം, അതോടൊപ്പം തന്നെ ജീവിതത്തെ മെച്ചപ്പെടുത്തി. എനിക്ക് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു സംഭവം അടുത്ത കാലത്തുണ്ടായത്, എൻ്റെ കയ്യിൽ റിസർച്ച് ചെയ്യുന്നൊരു പെൺകുട്ടി, അവൾ നല്ല രീതിയിൽ റിസർച്ച് ഏതാണ്ട് സബ്മിറ്റ് ചെയ്യാനുള്ള അവസാനത്തെ ഘട്ടം, അതായത് ഒരു 4 ചാപ്റ്ററുകളൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി ആ ഒരു അനാലിസിസ് പാർട്ടാണുള്ളത്. ഈ അനാലിസിസ് പാർട്ടിൻ്റെ സമയത്ത് ഞാൻ നോക്കുമ്പം എന്നെ വിളിക്കുകയോ ചാപ്റ്റർ കൊണ്ട് കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒരു 3 മാസമായിട്ടും ഒരു റെസ്പോൺസും ഇല്ലാഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു. എന്ത് പറ്റി, വാട്ട് ഹാപ്പൻ ടു യു? ഞാൻ ചോദിച്ചു, എന്താ വരാത്തത് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുന്നത്, മിസ്സിനോട് പറയാൻ പേടിയായിട്ടാണ്, ഞാൻ UK പേപ്പേഴ്സ് എല്ലാം അയച്ചിട്ട് അതിൻ്റെ റെസ്പോൺസിന് വേണ്ടി കയറ്റി ഓൾമോസ്റ്റ് ഷുവറായി, കൃത്യമായി കഴിഞ്ഞിട്ട് മിസ്സിനോട് പറയാമെന്ന് ഓർത്തിട്ടാണ്. ഞാൻ പറഞ്ഞു, ഞാനൊന്നും പറയത്തില്ല, ഇറ്റ്സ് യുവർ ലൈഫ്, യുവർ ചോയ്സ്, യുവർ ഡിസിഷൻ, സോ ഇറ്റ്സ് യുവർ ചോയ്സ്. സോ ഞാനൊന്നും പറയുന്നില്ല. അവൾ പറയുന്നത്, മിസ്സേ ഞാൻ PhD എടുത്തിട്ടും ഞാനിവിടെ നിന്നിട്ട് എന്താണ്, മിസ്സിനൊരു ഗ്യാരണ്ടി തരാൻ പറ്റുമോ എനിക്കൊരു ജോലിക്ക്? അവളുടെ ചോദ്യത്തിന് മുമ്പിൽ എനിക്കും ഉത്തരവില്ലല്ലോ. എനിക്കെന്ത് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും? അവൾ PhD എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജോലി കൊടുക്കാൻ പറ്റും, അവൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വർക്ക് സെക്യൂരിറ്റി ഉള്ള ജോലി പലതുണ്ട്. വർക്ക്. അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങൾ ഇന്നത്തെ തലമുറയെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊരു ഒരു മനഃശാസ്ത്രജ്ഞ നിലയിൽ ഇതിനെ എങ്ങനെയാണ് കണ്ടത്? നമ്മൾ മനസ്സ്, ഇപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇപ്പോൾ കോവിഡ് കാലത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചത്. നമ്മുടെ എല്ലാ ഡോറുകളും അടഞ്ഞിട്ടുണ്ടായിരുന്നു വിദേശത്തേക്ക്, മറ്റു രാജ്യത്തേക്ക്. പക്ഷെ മനസ്സ് അടഞ്ഞിട്ടില്ലായിരുന്നു. മനസ്സ് കൂടുതൽ തുറന്നൊരു സമയം കൂടിയാണ് കോവിഡ് കാലം.
പ്രത്യേകിച്ച് ഈ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഈ വിദേശ രാജ്യങ്ങളിലുള്ള റീൽസ് അവർ ഈ മേപ്പിൾ ഇലകൾ വാരി എറിയുന്നതും അല്ലെങ്കിൽ അവർ ഐസിൽ സ്കീയിങ് നടത്തുന്നതും ഒക്കെ ചിത്രങ്ങളായും ദൃശ്യങ്ങളായും ഒക്കെ വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ കേരളത്തിലെ ചൂടിലും അല്ലെങ്കിൽ കേരളത്തിലെ നമ്മുടെ ഒരു ടിപ്പിക്കൽ അവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് പുറത്തു കിടക്കുന്നതിന്റെ സാധ്യതകൾ, ആ സാധ്യതയാണ് ഏറ്റവും കൂടുതൽ ഈ എഡ്യൂക്കേഷൻ കൺസൾട്ടന്റുമാർ മുതലാക്കുകയും അത് പരസ്യമായി മാറുകയും അത് വലിയ മാർക്കറ്റിംഗ് തന്ത്രമായി മാറുകയൊക്കെ നമ്മൾ ചെയ്യുന്നത് കാണുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആളുകളുടെ ഒരു മനസ്സും ഇതിനകത്തൊരു പ്രധാന ഘടകമാണോ? അത് അങ്ങനെയുള്ള സാധ്യതയിലേക്ക് അവന് അയൽവക്കത്തുള്ളത് കൊണ്ട് ഞാനും അങ്ങനെയുള്ള മേഖലയിലേക്ക് കടക്കുന്നതിനെ കുറിച്ച് അതിനെ എങ്ങനെയാണ് കാണുക? ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കാണ്. നമുക്കിതിന് പഴയൊരു പഴഞ്ചൊല്ല് എക്സാക്ട്ലി ഉണ്ട്. ഞാനിതിന് 2-3 ഡയമെൻഷൻ പറയാം. പഴഞ്ചൊല്ല് പറയുന്നത് എങ്ങനെയാണ്, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. ഈ അക്കരെ പച്ചയിൽ നിൽക്കുന്ന പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ കൺസൾട്ടേഷൻസ് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് ഏറ്റവും കൂടുതൽ ക്ലയൻസ് ഉള്ളത് കേരളത്തിൽ നിന്നല്ല, ഒരു 53 രാജ്യങ്ങളിൽ നിന്നും ക്ലയൻസ് ഉണ്ട്. അതിൽ ഈ പറഞ്ഞ ഇവിടുന്ന് പഠിക്കാൻ പുറത്തേക്ക് പോയ കാനഡയിലുള്ള ആൾക്കാരും ഓസ്ട്രേലിയയിലുള്ളവരും ഒക്കെ ഇപ്പോൾ പറയുന്ന കാര്യം, സാറേ ഇപ്പോൾ ജോലി കിട്ടാൻ പാടാണ്. കേരളത്തിൽ ഇന്നാളൊരു പടയോടുകൂടി ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ ഇനി ഞങ്ങൾക്ക് തന്നെ ജോലി കിട്ടുന്നില്ല, പിന്നെ 17,000 പേരൊക്കെ വന്നു കഴിയുമ്പോൾ ഇവരുടെ കാര്യം ഇത് കേൾക്കാൻ നല്ല പരസ്യം, സാറേ ജോലി കിട്ടുന്നില്ല, എല്ലായിടത്തും സ്ട്രഗിളാണ്, ഓപ്പർച്യൂണിറ്റി ഇല്ല, പട്ടിണി കിടക്കുന്നു, അസ്വസ്ഥത കിടക്കുന്നു. ഈ സ്റ്റോറീസ് അഡ്വർടൈസിങ്ങിൽ വരുന്നില്ല. തീർച്ചയായും നമുക്ക് കാനഡ ആയിക്കോട്ടെ, ഞാൻ പുറത്ത് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളതല്ല. അപ്പം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം സെറ്റാണെന്ന് വിചാരിക്കപ്പെടുന്ന ഒരു പ്രൊപ്പഗാൻഡയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ടിക്കറ്റ് എടുത്താൽ മതി, അല്ലെങ്കിൽ ആ അഡ്മിഷൻ കിട്ടിയാൽ മാത്രം മതി, ബാക്കിയെല്ലാം സുരക്ഷിതമാണ്. ഇവിടെ ഈ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് നിങ്ങൾ സഞ്ചരിച്ച് അവിടുത്തെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മള് രക്ഷപ്പെട്ടു എന്ന് പോലും എത്തുക എന്ന് പോലും പറയുക, രക്ഷപ്പെട്ടു, നമ്മൾ അവിടെ എത്തി, അവൻ രക്ഷപ്പെട്ടു. ഏതൊരു രസകരമായ ഒരു ഡയലോഗ് ഞാൻ പറയാം. ഈ എന്ത് ജോലി ചെയ്യുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യമാണ് മറുപടി പറയുന്നത്. എന്താ ജോലി? ഞാൻ UK രാജ്യമാണ്. UK എന്താ പരിപാടി? UK കാറ് കഴുകുവാണോ, പാത്രം കഴുകുവാണോ? ഗൾഫിൽ പറഞ്ഞു വന്നത്, ഇവിടെ പാത്രം കഴുകാത്തവൻ UK കഴുകാൻ ഓക്കെയാണ്. അതിനകത്തൊരു എക്കണോമിക്സ് ഉണ്ട്. ഓഫ് കോഴ്സ് എന്താണ് ഇവിടെ കഴുകിയാല് ഡിഗ്നിറ്റി ഓഫ് ലേബർ ഉണ്ട്. ഡിഗ്നിറ്റി. എല്ലാ ജോലി ആക്ച്വലി നല്ലതല്ല, അക്സെപ്റ്റഡ് ആണ്. എല്ലാ ജോലിയും നല്ലതാണ്. ഇവിടെ വരുമ്പോൾ മാത്രം നമുക്ക് അതിനകത്ത് ഏറ്റക്കുറച്ച് പറയുന്നത് അത് മലയാളിയുടെ ഒരു മാതിരി ഒരു മനസ്സായത് കൊണ്ടാണ്. അറ്റ് ദ സെയിം ടൈം അതിനകത്തൊരു എക്കണോമിക് ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ അതിനുള്ള നമുക്ക് കിട്ടുന്നില്ല. പുറത്ത് ഏത് ജോലിയും വാല്യുബിൾ ആണ്. അറ്റ് ദ സെയിം ടൈം അതിന് ഫണ്ട് കൂടുതലാണ്. അപ്പോൾ ലിവിങ് ആസ്പെക്റ്റും എല്ലാം ക്ലിയർ ആണ്. പക്ഷേ അവിടെയും രാജ്യം വലുതാണ്, പോപ്പുലേഷൻ കുറവാണ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് പുറത്തു പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ലെന്ന് അത് നമുക്ക് ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്താൻ പറ്റാതെ വരുമ്പോഴും എല്ലാവർക്കും അവിടെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലർക്ക് കാലാവസ്ഥ പറ്റുന്നില്ല, ചിലർക്ക് വന്നു പോയത് കൊണ്ട് പെട്ടുപോയത് കൊണ്ട് നിന്ന് പോകുന്നു. അവരെ കിട്ടുന്ന പല പൈസയും ഇപ്പം നമുക്ക് സൂര്യപ്രകാശം പ്രോപ്പറായിട്ട് 7 മാസം ഇല്ലാത്ത രാജ്യത്ത് നിന്നിട്ട് ഡിപ്രഷൻ ശക്തമായി മാറിയിട്ട് ഇവിടെ നിന്ന് എങ്ങനെയും പോയാൽ മതി എന്നുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ലോൺ എടുത്ത് വെച്ചിരിക്കുകയാണ്, നാട്ടിലൊരു വീട് പണിതിട്ടുണ്ട്, അവിടെ കിടക്കാൻ ആളില്ല, അവിടെ പേരൻസ് മാത്രമേ ഉള്ളൂ, പക്ഷെ ഇവിടെ നിന്ന് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് സാഡ് സ്റ്റോറീസ് ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇത് പ്രൊമോട്ട് ചെയ്യണമെന്നല്ല എൻ്റെ അർത്ഥം, ഇവിടെ ഡിപ്രഷൻ ഇല്ലെന്നല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ മറു സൈഡുകളുണ്ട്. എല്ലാവർക്കും പറ്റിയതല്ല മറുകണ്ഠം ചാടിയത്, എല്ലാവർക്കും പറ്റുന്നില്ല. ഈ കേരളത്തിൽ തന്നെയും ഇന്ത്യയിൽ തന്നെയും സാധ്യതകളില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. കാരണം നമ്മളൊക്കെ ഈ കേരളത്തിൽ തന്നെയാണ് നിൽക്കുക. എന്തുമാത്രം സാധ്യതകളാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇവിടെ ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ വേറെ രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഇന്റർനാഷണൽ അല്ലേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ കൂടുതൽ സംഭവിക്കുന്ന എല്ലാം ഈ പറഞ്ഞ മേ ബി അവിടുത്തെ ഫ്രീഡവും അവിടുത്തെ തണുപ്പും എന്നൊക്കെ പറഞ്ഞാൽ, ഈ അവിടുത്തെ തണുപ്പ് പത്രത്തിൽ പടം കാണാൻ സൂപ്പറാണ്. പക്ഷെ കേരളത്തിൻ്റെ അത്രയും സുന്ദരമായൊരു കാലാവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യയുടെ അത്രയും പല സംഭവങ്ങളും പലയിടത്തും ഉണ്ടാവണമെന്നില്ല. പക്ഷെ പോയവർ തിരിച്ചു വരാത്ത എന്താണെന്ന് വെച്ചാൽ അവർ പെട്ടുപോകുന്നുണ്ടെന്നുള്ളതാണ് ഒരു തലം. 2, ചില കാര്യങ്ങൾ ഇവിടത്തെക്കാളും ഒരുപാട് വ്യത്യാസമുണ്ട്. പല നാട്ടിലെയും പല നന്മകളെയും നമുക്ക് സ്വാംശീകരിച്ച് നമ്മുടെ നാട്ടിൽ അത് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ കാരണം പുറത്ത് വിദേശത്ത് സൂപ്പറായിട്ടുള്ള പല സൂപ്പർ മാർക്കറ്റിൽ ഇവിടെ ഉണ്ടല്ലോ. പുറത്ത് കിട്ടുന്ന ഏത് സാധനവും നമുക്ക് ഇന്ത്യയിൽ കിട്ടും, കേരളത്തിൽ കിട്ടും. അപ്പോൾ ഈ നാട്ടിൽ നിന്നും ആളുകൾ പോകുന്നതിനെ നമുക്ക് തടയാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി ലോകം വളരെ ചെറുതാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. അത് ഓരോരുത്തരുടെ ഡിസിഷൻ ആണെങ്കിലും നമ്മൾ ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിന്നിട്ട് എല്ലാവരും പോകുമെന്ന് പറയല്ല. ഇവിടെ നമുക്ക് എന്തുകൊണ്ട് ഈ 50,000 സീറ്റ് 40,000 സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ കോഴ്സുകൾ കാലഹരണപ്പെട്ടതാണെന്ന് യൂണിവേഴ്സിറ്റി തിരിച്ചറിയല്ലേ വേണ്ടത്. അല്ലാണ്ട് എല്ലാവരും പോകുന്നതിന് മുമ്പ് തടയിടുന്നതിന് പകരം ക്രിയാത്മകമായിട്ട് നമ്മുടെ മക്കൾ ഇവിടെ തന്നെ അവർക്ക് ഫ്ലറിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരാൻ ഭരണ പ്രതിപക്ഷ അടക്കം ചിന്തിക്കേണ്ടതും സാമൂഹികപരമായിട്ടുള്ള ഗ്രോത്ത് പ്രോസസ്സിലേക്ക് ഇവിടെ നമ്മൾ ചിലപ്പോൾ സമരമുദ്രാവാക്യങ്ങളുടെ കൾച്ചറിന് പകരം കാൽച്ചോട്ടിലെ മണ്ണ് ചോർന്നു പോവുകയാണെന്ന് തിരിച്ചറിയാതെ ഉള്ള ഈ പ്രകടനത്തിന് പകരം നമ്മുടെ രാജ്യത്തെ
എങ്ങനെ പിടിച്ചു നിർത്താം. ഹ്യൂമൻ റിസോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ റിസോഴ്സിനെ നമുക്ക് ഈ നാട്ടിൽ തന്നെ ഫ്ലറിഷ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമ്മൾ പൂർത്തീകരിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ISROയിൽ നിന്നും നമുക്കൊരു ചന്ദ്രയാൻ അല്ലെങ്കിൽ ചില ദൗത്യങ്ങൾ വരുമ്പോൾ ഇതിനെ നമുക്ക് നാസ വരെ ഇങ്ങോട്ട് ഉറ്റുനോക്കിയാണ്. ഇന്ത്യൻ ബ്രെയിനാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇന്ത്യൻ ബ്രെയിനാണ് ലോകമെങ്ങും പലർക്കും ലീഡ് ചെയ്യപ്പെടുന്നത്. ആ ഇന്ത്യൻ ബ്രെയിന് ഇവിടെ നിൽക്കുമ്പോൾ ഇവിടുന്ന് തന്നെ ഫൈനാൻഷ്യൽ ആസ്പെക്ട്സും സാലറിയും മറ്റു ഫെസിലിറ്റിയും കിട്ടാവുന്ന രീതിയിൽ രാജ്യം ചിന്തിക്കുകയും തൊഴിലില്ലായ്മയ്ക്ക് മാറ്റം വരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ വിദേശത്ത് പോകുന്ന പല ആൾക്കാർക്ക് അവിടെ പോകണം നിർബന്ധമൊന്നുമില്ല. ഇടയ്ക്ക് രാജ്യമൊക്കെ പോയി കണ്ടിട്ട് വന്നാൽ മതി. ഇവിടെ വരേണ്ട അവർക്ക് പല സൗകര്യങ്ങളും ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ആ ലെവലിലേക്ക് റിസൾട്ട് വരുന്നില്ലെങ്കിൽ നമ്മുടെ ചർച്ചകളിലെല്ലാം പോകുന്നു വരുന്നു അല്ലെ വൃദ്ധസദനമായി പോകുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും സൊല്യൂഷനിലേക്ക് വരാനായിട്ട് ഒരു മുന്നേറ്റം, തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള കാര്യങ്ങളിലേക്കുള്ള മുന്നേറ്റം, അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സിനെ സ്റ്റേബിൾ ആക്കാനുള്ള മുന്നേറ്റമാണ് ബിസിനസ്സിലൂടെയും മറ്റു ജോലിയിലൂടെയും പഠനത്തിലൂടെയും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടതാണ്. രണ്ട് രീതിയിലും നമുക്കിതിനെ ഒരു സമീപനം, ഒരു അപ്രോച്ച് എടുക്കാവുന്നതാണ്. ഈ മസ്തിഷ്ക ശോഷണം, മസ്തിഷ്ക ശോഷണം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പാട്. ബ്രെയിൻ ഡ്രെയിൻ, നല്ല ബ്രെയിൻ പുറത്തോട്ട് പോവുകയാണ്. അതിനെ ഇവിടെ പിടിച്ചു നിർത്താൻ തക്ക വിധത്തിലുള്ള തൊഴിൽ സാധ്യതകളോ കോഴ്സുകളോ ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു പക്ഷേ ഇല്ലാത്തതല്ല ഞാൻ കാണുന്നത്. ഞാനിതിനെ കാണുന്നത് നമ്മുടെ രാഷ്ട്രീയം പോലും, നമ്മുടെ നാടിന്റെ ഭരിക്കുന്ന ഓരോ നേതാക്കളുടെയും ആത്മാർത്ഥത ഇല്ലായ്മയും അല്ലെങ്കിൽ അവർക്ക് വിഷണറി അല്ലാത്ത ലീഡേഴ്സ് രാജ്യം ഭരിക്കുന്നതും നാട് ഭരിക്കുന്നതും ഒക്കെ പോലും ഇതിന്റെ ഒരു ഫാക്ടറാണ് ഞാൻ കാണുന്നത്. കാരണം അവർ ഈ കാണുന്ന ഹർത്താലുകളുള്ള സാഹചര്യം കാണുന്നു, അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങുന്നത് കാണുന്നു, കോഴ വാങ്ങുന്നത് കാണുന്നു. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ചെല്ലുമ്പോൾ പോലും അവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു നിരുത്തരവാദപരമായ ഇടപാടുകൾ നമ്മൾ കാണുന്നു. ക്വാളിറ്റി ഓഫ് ലൈഫാണ് ഞാൻ ഇതിനകത്ത് കാണുന്നത്. ക്വാളിറ്റി ഓഫ് ലൈഫ് കേരളത്തിൽ നഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഒരു വ്യക്തി പറയാൻ നമുക്ക് എത്ര പേർക്ക് എതിർക്കാൻ പറ്റും? നമ്മൾ അത് കൺമുമ്പിൽ കാണുന്നതാണ്. സംസ്ഥാനങ്ങൾ വലിയ രീതിയിൽ കടത്തിൽ പോകുമ്പോൾ പോലും നമ്മൾ ഒരു വശത്ത് നമ്മൾ ദൂർത്ത് കാണുന്നു, ഒരു വശത്ത് ഒരു മച്യൂരിറ്റി ഇല്ലാത്ത ലീഡർഷിപ്പ് ഈ രാജ്യം, ഈ നാട് ഭരിക്കുന്നു. വിഷണറി അല്ലാത്ത തീരുമാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ കാലഹരണപ്പെട്ട, ഇവിടെ പറഞ്ഞതുപോലെ കാലഹരണപ്പെട്ട സിലബസിൽ അവര് പഠിച്ചു മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം തലമുറയൊക്കെ ഉണ്ടല്ലോ, ഈ 18 വയസ്സ് കഴിഞ്ഞിട്ട് ഇത്രയും സമയം 10 മണി മുതൽ 4 മണി വരെ ക്ലാസ് റൂമിൽ അടച്ചിടുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പുതിയ തലമുറയുടെ എനർജി ലെവലിന് അത് വളരെ മോശമാണ്. അതായത് വിദേശത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 തൊട്ട് 11 വരെ 3 മണിക്കൂർ അവൻ ക്ലാസ് എടുത്തു, ക്ലാസ്സിൽ പഠിച്ചു, പിന്നെ അവൻ ജോലി ചെയ്യാണ്, പാർട്ട് ടൈം ജോലി ചെയ്യാണ്. 10 തൊട്ട് 4 വരെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പാർട്ട് ടൈം എങ്ങനെ ജോലി ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഈ ടൈം സെറ്റിങ് തുടങ്ങി നമുക്ക് മാറ്റം വരേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചെറിയ സംഭവം ഇത് കേട്ടോണ്ട് ഡോക്ടർ ബിപിൻ പറഞ്ഞപ്പോൾ കേട്ടോണ്ടിരുന്നതേ, ഞാനൊരു ദിവസം ജർമ്മനിയിൽ ഒരു സ്കൂളിൻ്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. സ്കൂളിലൊരു കോൺഫറൻസിന് പോയതാണ്, സ്കൂളിൻ്റെ വാതിൽക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഒരു കൊച്ച് എന്നെ കണ്ട് പരിചയമുള്ള ഒരു കുട്ടി ബസ്സിൽ യാത്ര ചെയ്തപ്പം അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി തിരിച്ചു നടന്നു വന്നു. മിസ് എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചു. വർത്താനം പറഞ്ഞു എന്ന് വെച്ചാൽ ഞാൻ അവനോട് ചോദിച്ചു നിനക്ക് എന്താ പണിയെന്ന് ചോദിച്ചു. കാരണം അവൻ പഴയ പ്രീ ഡിഗ്രി തോറ്റതാന്ന് എനിക്കറിയാം, പിന്നെ അവനൊന്നും പഠിച്ചിട്ടില്ലെന്നും എനിക്കറിയാം. അപ്പം ഞാൻ ചോദിച്ചു നിനക്ക് എന്താ ഇവിടെ പണിയെന്ന് ചോദിച്ചു. എൻ്റെ മിസ് പുറത്തൊക്കെ പറയത്തില്ലെങ്കിൽ ഞാൻ സത്യം പറയാമെന്ന് പറഞ്ഞു. ഞാൻ പുറത്ത് ആരോടും പറയുന്നില്ല, ഇപ്പം ചാനലിലൂടെ പറയുന്നുള്ളേ. ഞാൻ മിസ്സേ രാവിലെ ഒരു 7 തൊട്ട് 11 വരെ ഞാനൊരു പെട്രോൾ പമ്പിലാണ്, 11 തുടങ്ങി വൈകിട്ട് 7 മണി വരെ ഞാനൊരു സൂപ്പർ മാർക്കറ്റിലാണ്, 7 മണി തുടങ്ങി രാത്രി 11 മണി വരെ ഞാനൊരു വൈൻ പാർലറിലാണ്. എന്നിട്ട് ഈ വൈൻ പാർലറിൻ്റെ കാര്യം പറഞ്ഞ് അവനങ്ങ് വാചാലനാകുകയാണ്. ഇറ്റാലിയൻ വൈൻ, ഫ്രഞ്ച് വൈനൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന രീതിയും അതിൻ്റെ യൂണിഫോമും എല്ലാം. എന്നിട്ട് അവൻ പറയുകയാണ് എന്നോട്, മിസ്സേ ഈ വൈൻ പാർലറിൽ നിന്ന് നല്ല ടിപ്പ് കിട്ടും, ഈ ടിപ്പ് കൊണ്ട് ഞാനിവിടെ ജീവിക്കും, മറ്റത് രണ്ടും എനിക്ക് എക്സ്ട്രാ ഇൻകമാണ്. അപ്പം ഞാൻ മനസ്സിലോർത്ത് ഇവൻ നാട്ടിലാണ് ജോലി ചെയ്യണമെങ്കിൽ എത്ര മണിക്കൂർ ജോലി ചെയ്യും? മനസ്സിലായ? ഈ വർക്ക് കൾച്ചർ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞ പോലെ ഈ തൊഴിലിനോടുള്ള ഒരു മനോഭാവം നാട്ടിലാണെങ്കിൽ എത്ര ഈസി, കുറച്ച് സമയം പണിയെടുക്കാം എങ്ങനെയാണ്. പക്ഷെ അങ്ങനെ മറുവശം കൂടി ഉണ്ട്. ഇപ്പൊ പറയല്ലേ, ഇദ്ദേഹം ഇത്രയും ജോലികൾ ചെയ്താണ് ആ ഇൻകം ഉണ്ടാക്കുന്നതെന്ന് കൂടെ ഉണ്ട്. അതായത് ഇവിടുത്തെ ഒരു കാര്യം കൂടി പറഞ്ഞു, മിസ് നാട്ടിൽ ചെന്ന് പറയുന്നത്, നാട്ടിൽ ഞാൻ MNC എന്ന് പറഞ്ഞാൽ മൾട്ടിനാഷണൽ കോർപ്പറേഷനിലാണ് എനിക്ക് ജോലി, ഇതെല്ലാം മൾട്ടിനാഷണലാണ്. അല്ല, ഇവിടെ ഞാൻ എന്നെ കാണുന്ന വേറെ രീതിയിലാണ്. ഈ വിദേശത്തെ രാജ്യത്ത് ജോലി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വരുമാനം ഉണ്ടാകുന്നു, അവിടെ ഇത് വളരെ സുഭിക്ഷമായ ലൈഫുമാണെന്നുള്ള തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടാവാം. പക്ഷെ ഇവർ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും വളരെ അധ്വാനിച്ചുമാണ്. എന്നോട് അച്ഛൻ പറഞ്ഞ ഞാൻ ഇപ്പോഴും ഓർമ്മ, ഈ നാട്ടിലുള്ള കുറെ പേര് വിദേശത്ത് പോകുമ്പോൾ അച്ഛൻ അതിനോട് പോസിറ്റീവാണ്. ഇവിടെ കിടന്ന് ഉഴപ്പുന്നവനൊക്കെ അവിടെ പോയി കഷ്ടപ്പെട്ട് പഠിക്കട്ടെ എന്ന ഒരു ലൈനാണ്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ. അത് പോസിറ്റീവായി തന്നെ നമ്മുടെ ക്ലയൻസ് തന്നെ പറയുന്ന സംബന്ധിച്ച് ഈ യുഎസിലെ ക്ലയൻസ് പറഞ്ഞു വെച്ചാൽ ശരിക്കും ഇവിടെ 12 മണിക്കൂർ നേഴ്സസ് ആണല്ലോ, ഇവിടുത്തെ 12 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 12 മണിക്കൂറാണ്. ഇവിടെ നമുക്ക് 9 to 6 ഒരുപക്ഷെ
6 ആകുമ്പോൾ ഓടാൻ നിൽക്കുന്ന പാർട്ടികൾ തന്നെ അവിടെ 12 hours നിൽക്കുമ്പോൾ അതിനനുസരിച്ച് പേയും ഉണ്ട്, അതിനനുസരിച്ച് ഓഫും ഉണ്ട്. പക്ഷെ ആ 12 hours ഡ്യൂട്ടി, ദ ക്വാളിറ്റി ഓഫ് ദ ഡ്യൂട്ടി, അത് ചെയ്യുന്ന മലയാളി അതേ സംഭവം ഇവിടെ ചെയ്യുന്നില്ല. പേയ്മെന്റ് മാത്രമല്ല, ഇവിടുന്ന് ഈ കര വിടുമ്പോൾ ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ട്. വേറെ സ്ഥലത്ത് ചെയ്യുമ്പോൾ അവിടെ വർക്ക് കൾച്ചറിലേക്കും കാര്യങ്ങൾ വരുന്നു. ഇവിടെ മലയാളി കേരളത്തിലേക്ക് വരുമ്പോൾ എക്സിസ്റ്റൻസും ഇല്ല. ഇവിടെ നമുക്ക് ഉഴപ്പി വേണേൽ ജോലി ചെയ്യാം. അപ്പൊ വേണേ നമുക്ക് 2 കോടി പിടിച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം. കാരണം എൻ്റെ ഒരു ക്ലയന്റ് പാലക്കാട് ഒരു കമ്പനിയിൽ തൊഴിൽ സമരം ഉണ്ടായതിനെ കുറിച്ച് ഒരിക്കൽ അവരുടെ മാനേജ്മെന്റ് പറഞ്ഞത്, ഒരു സെക്ഷനിലെ ആളോട് ജോലി ചെയ്യാൻ പറഞ്ഞതിന്റെ പേരിൽ അവനെ ഇഷ്ടപ്പെട്ടില്ല, അവൻ സമരത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൾച്ചർ എന്ന വിദേശ ചെല്ലുമ്പോൾ നമുക്ക് അറബിക്കടൽ അല്ല അറബി എന്താ ആ പടം ഉണ്ടല്ലോ, അറബിക്കഥ കണ്ടതിനകത്ത് നമുക്ക് കൊടി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് ഷിഫ്റ്റ് തന്നെ വരുമ്പോൾ തന്നെ നമുക്ക് എല്ലാ തലങ്ങളിലും മാറ്റം വരികയാണ്. ഇവിടെയാണെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൾക്കാർ അവരുടെ ചെറിയ സംരംഭങ്ങൾ സ്റ്റാർട്ടപ്പ് വഴി ഡെഫിനറ്റ് ആയിട്ടും വിജയിച്ചു പോകും. ലോകത്ത് എവിടെയാണെങ്കിലും മനോഭാവം മാറുമ്പോഴാണ് ജീവിതം മാറുന്നത്. വിദേശത്ത് ചെന്ന് തണുപ്പടിക്കുമ്പോൾ മാത്രമല്ല. മറ്റൊരു കാര്യം ഞാൻ എന്നെ കാണുന്ന ഒരു സാമ്പത്തിക വിദഗ്ധനിൽ അങ്ങോട്ട് തന്നെ എൻ്റെ ചോദ്യം ഇതാണ്. ഇനി കേരളം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ആത്മഹത്യകൾ, അത് കടബാധ്യത എന്ന് പറയുന്ന കർഷക ആത്മഹത്യകളൊക്കെ കാണുന്നത് നമ്മൾ വാർത്തയാണ്. പക്ഷെ ഇനിയുള്ള അടുത്ത കാലം അധികം കാലമൊന്നും വേണ്ട, നമ്മൾ ഈ വിദ്യാഭ്യാസ ലോൺ എടുത്ത്, എനിക്ക് പേഴ്സണൽ അറിയാവുന്ന ഒരാളാണ്, ഒരു ഡോക്ടറാണ്, നമുക്ക് വളരെ അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്. അവരുടെ മകന് വിദേശത്തേക്ക് പോകാൻ 30-40 ലക്ഷം രൂപ സമാഹരിച്ചാണ് പോവുക. പക്ഷെ ആ മകന് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ വരാൻ പറ്റാത്ത അത്രയും ഒരു പ്രതിസന്ധിയിലായിരുന്നു. 13% പലിശ. അപ്പം അടുത്തൊരു ജനറേഷൻ എങ്ങനെയായിരിക്കും നമ്മുടെ ഈ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന അവിടെ നിന്നുള്ള സമ്പത്ത്, നമുക്ക് ആ ഒരു ഇൻഫ്ലോ നമുക്ക് കുറയുന്ന ഒരു സാഹചര്യം. വീട്ടിൽ ഉള്ളവർ പോകുന്ന ഒരു വശം നല്ല കാര്യമാണ്, അങ്ങനെ പോയി അവർ ജീവിക്കുന്നത്. പക്ഷെ അവരുടെ പണം ഇവിടെ വരാതെ വരുമ്പോൾ നമ്മുടെ സാമ്പത്തിക തകരുന്നത്. 2, ഇത്രയും കഷ്ടപ്പെട്ട ആളുകൾ പോയിട്ട് പണം തിരിച്ചടയ്ക്കാൻ വരാതെ വരുന്നു, ബാങ്കുകൾ അത് ഏറ്റെടുക്കുന്ന സാഹചര്യം വരുന്നു, ബാങ്ക്രപ്റ്റ് ആകുന്നു, അല്ലെങ്കിൽ വീടുകൾ, സ്ഥലങ്ങൾ, അങ്ങനെ അതൊക്കെ ആത്മഹത്യയിലേക്ക് പോലുള്ള കാര്യങ്ങളിലെ ഒരു മാനസികാരോഗ്യ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ അതുണ്ടാക്കാൻ അങ്ങനത്തെ കാലത്തെ കുറിച്ച് അങ്ങ് ആശങ്കപ്പെട്ടിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഒരു ഡിപ്രഷനിലേക്ക് സൈക്കോളജിസ്റ്റോടെ ഇരിപ്പുണ്ട്. എന്നാലും ഞാൻ പറയാം, ഒരു ഡിപ്രഷനിലേക്ക് അവരൊക്കെ കടന്നു പോകുന്നുണ്ടെന്നുള്ളതാണ്. ആ ഡിപ്രഷന്റെ പ്രത്യാഘാതങ്ങൾ അവരുടെ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്ന് കാണിക്കുന്ന ഒരു പച്ചപ്പുണ്ടല്ലോ, ആ പച്ചപ്പിന്റെ തണലിലും ആ ഷോയിലും ഇതൊന്നും ആരും അറിയുന്നില്ല എന്നാണ്. അതാണ് ഒരു വശം. രണ്ടാമത്തെ ഒരു വശം, ഒറ്റപ്പെട്ടു പോകുന്ന വൃദ്ധരാണ്, മാതാപിതാക്കൾ. അവർ ഒറ്റപ്പെട്ടു പോകുന്നെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത്, ചിലരെങ്കിലും അങ്ങോട്ട് കുടിയേറി പോകുന്നുണ്ട് മക്കളുടെ കൂടെ. ചിലർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എക്സ്ട്രീം തണുപ്പും എക്സ്ട്രീം ചൂടിലൊന്നും ജീവിക്കാൻ പറ്റാത്ത കാരണം ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ ജീവിച്ചുള്ളത്. അങ്ങനെ വരുമ്പോൾ എന്താ പറ്റണമെന്ന് അറിയാം, ഒറ്റപ്പെട്ടു പോയ അനാഥത്വത്തിന്റെ അവരുടെ അവസ്ഥ വളരെ ദയനീയം. ഞാൻ ഈയിടെ അടുത്ത കാലത്ത് വയനാട് മേഖലകളിലൂടെയൊക്കെ അല്ലെങ്കിൽ മലബാർ മേഖലകളിലൂടെയൊക്കെ യാത്ര ചെയ്തപ്പോഴേ ഒറ്റപ്പെട്ടു പോയ ഈ പറഞ്ഞ 80 കഴിഞ്ഞവരെ 70 കഴിഞ്ഞവരെയൊക്കെ കണ്ടപ്പം അവർ തന്നെ പറയാന്ന്, വളരെ വിഷമത്തോടെ ഒരു സ്ത്രീ എന്നോട് പറയാന്ന്, പിള്ളേരെ പഠിപ്പിക്കണ്ടായിരുന്നു. എന്നിട്ട് അവർ തന്നെ പറഞ്ഞു, അങ്ങനെ ചിന്തിക്കണേ ശരിയല്ല, പഠിപ്പിച്ചത് കൊണ്ടാണല്ലോ അവർ അക്കരെ. എന്നിട്ട് ഒരു സ്ത്രീ എന്നോട് പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പിള്ളേരെ ഹോസ്റ്റലിൽ നിർത്തിയൊക്കെ പഠിപ്പിക്കുമ്പോൾ മാസം ഫീസ് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടിയിട്ടുള്ള കുരുമുളക് കൊണ്ട് വിറ്റ്, ഏത്തക്കൊലയൊക്കെ വെട്ടി നടന്നുകൊണ്ട് ദൂരെ കൊണ്ട് വിറ്റ് മാസം ഫീസ് അടിക്കണല്ലോ. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചത്. പക്ഷേ പറഞ്ഞു പോയത് ഇമോഷണലി ഇങ്ങനെ പറഞ്ഞു പോയത്. രണ്ടാമത് ഇവർ പണ്ട് പോയി വെട്ടിപ്പിടിച്ച ഏക്കറുകളായ ഭൂമി, അവിടുത്തെ വീണ് കിടക്കുന്ന തേങ്ങ പെറുക്കാനുള്ള ആരോഗ്യം പോലും ഇവർക്കില്ല. ഇതെങ്ങനെയെങ്കിലും വിറ്റോളാനാണ് പിള്ളേർ പറയണത്. അവർ പറഞ്ഞത് വിൽക്കാനോ? അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയാൽ. ഇങ്ങനെ വല്ലാത്ത സാമ്പത്തികമായ വലിയ പ്രശ്നങ്ങളിലേക്ക്, ഭൂമിയുടെ ഉപയോഗത്തെക്കുറിച്ചും ഇതൊക്കെ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങളാണ്. പിന്നെ ഇവിടെ നടക്കാൻ പോകുന്ന വലിയൊരു ബിസിനസ് ലോകം ഓൾഡ് ഏജ് ഹോംസ് ആയിരിക്കും, കെയർ ഹോംസ്. അതൊരു നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് പലരും മുന്നോട്ട് വരുന്നുണ്ട്, പല രീതിയിൽ, ചെറുത് തുടങ്ങി മൾട്ടി സൂപ്പർ സ്റ്റാർ വരെയൊക്കെയുള്ള അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട് ഒരു വശത്ത്. പക്ഷേ ചിലർ അതിൽ സന്തോഷമുണ്ട്, ചിലർക്ക് അവിടെ പോയി കിടന്ന സന്തോഷമുണ്ട്. കാരണം പിയർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ സമപ്രായകർ. ചിലർക്ക് മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കാണുന്നതൊക്കെ തന്നെ സന്തോഷം. ഡിപ്പെൻസ്. ഒരു മൂല്യബോധത്തിന്റെ ബോധ്യത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ, ഈ പക്വതയില്ലാത്ത പ്രായത്തിൽ ഈ അമിതമായ സ്വാതന്ത്ര്യത്തിലേക്ക് കുട്ടികൾ നടന്നെടുക്കുന്നത് വലിയ അപകടങ്ങളിലേക്ക് പോകുന്നുണ്ട്. കാരണം പക്വതയില്ലാത്ത രീതിയിൽ വളരെ ഫ്രീ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉള്ള ഒരു സൊസൈറ്റിയിലേക്ക് ഒരു 10ാം ക്ലാസ് +1 ഒക്കെ കഴിഞ്ഞ് പോകുന്നത്, +1 +2 ഒക്കെയാണ് വളരെ കോമൺ ആയിട്ട് നമ്മൾ ആളുകൾ പോവാം. അപ്പൊ ഈ ഒരു അമിത സ്വാതന്ത്ര്യത്തിൽ പഠിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ പഠനം എന്നത് ഏറ്റവും ലാസ്റ്റ് പ്രയോറിറ്റി ആവുകയും പാർട്ട് ടൈം ജോബും സൗഹൃദങ്ങളും മറ്റു ബന്ധങ്ങളിലേക്കൊക്കെ പോവുകയും അങ്ങനെ ജീവിതം തകരുന്ന ഒത്തിരി ആളുകളെ വ്യക്തിപരമായി തന്നെ എനിക്ക് ഞാൻ അതിൻ്റെ അകത്ത് എനിക്കൊരു ക്ലയന്റ് ഉണ്ടായിരുന്നു. ആള് വിദേശത്ത് പൈലറ്റ് ആകാൻ വേണ്ടിയാണ് പഠിക്കാൻ പോയത്. ഒരു പേപ്പറാണ് പാസ്സായത്. അപ്പോൾ
ബാക്കിയെല്ലാ പേപ്പർ പാസ്സായില്ല. അവിടെ ഒന്ന് ഫുള്ളി ഡ്രഗ്സും ഡ്രിങ്ക്സും മറ്റ് കാര്യങ്ങളിലേക്കാണ് ഫുള്ളി ഫോക്കസ് ചെയ്തു. അവിടെ എനിക്ക് തോന്നുന്നു ആ കോഴ്സിന്റെ കാലാവധി വരെ നിൽക്കാൻ തോന്നുന്നു. 3-4 വർഷം വരെ മാർക്ക് ലിസ്റ്റ് എന്ന് ചോദിച്ചിട്ട് പേരൻസ് ചോദിച്ചിട്ട് കൊടുത്തില്ല. എൻ്റെ അടുത്ത് ക്ലയൻറ്റ് വരുമ്പോൾ 35 വയസ്സുണ്ട്. അപ്പോൾ പേരൻസ് പറഞ്ഞു വെച്ചാൽ വീട് ആധാരം പണയം വെച്ചിട്ടാണെന്നുള്ളൂ വിട്ടു. 85 ലക്ഷം രൂപ ബാങ്കിൽ കടമുണ്ട്. ഇവൻ ഇപ്പോഴും +2 ബാക്ക്ഗ്രൗണ്ട് ഉള്ളൂ. ഇവനിങ്ങനെ പൈലറ്റും ആയാലും ഒന്നുമില്ല. ഇതേപോലെ സ്റ്റോറികളൊന്നും ഈ പറഞ്ഞ ഒരേ ഏജൻസീസ് പുറത്തു വരുന്നില്ല. പക്വതയില്ലാത്ത, അതുകൊണ്ടാണ് പല ആൾക്കാരും ഇമ്മീഡിയറ്റ്ലി +2 കഴിഞ്ഞ് വിടണോ, കുറച്ചുകൂടി ഗ്രാജുവേഷൻ കഴിഞ്ഞ് വിട്ടാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്നത്. കാരണം വെച്ചാൽ ചോയ്സസ് ഏത് ശരി ഏത് തെറ്റെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ലാത്ത കാലത്ത് വരുന്ന പല കേസുകളിലും മിസ്സിംഗ് ആയിട്ട് പല ഇഷ്യൂസും വരുന്നുണ്ട്. ഒരിക്കലും US കോഴ്സിന് പോകേണ്ടി വരുന്നൊരു കേസ് വന്നപ്പോഴേക്കും ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു തിരുവനന്തപുരത്ത് നിന്നൊരു ഫാമിലി, അദ്ദേഹം ബിസിനസ് ഓണറാണ്. റെഗുലറായിട്ടൊരു 3 മാസം ഒരു സാറ്റർഡേസ് വരുമായിരുന്നു. പറഞ്ഞാൽ അല്ല ഇവന് കോഴ്സ് പഠിക്കാൻ പുറത്തേക്ക് പോകണം. ആ രാജ്യത്തിൻ്റെ കൾച്ചറിൽ കയറി മിക്സ് ചെയ്ത് പ്രശ്നം വരാതിരിക്കാനായിട്ട് ഒരു നല്ലൊരു മെൻറ്ററിങ് വേണം. മെൻറ്ററിങ് എന്നുള്ള വാക്കൊന്നും കേരളത്തിൽ ഫേമസ് ആകുന്നതിന് മുമ്പുള്ളൊരു കാലത്താണ്. അപ്പോൾ അവർ നല്ല മെൻറ്ററിങ് വേണമെന്ന് വെച്ചാൽ അപ്പോൾ അവിടുത്തെ കൾച്ചറോ അവിടുത്തെ ഡീവിയേഷൻസോ അവിടുത്തെ പബ്ബുകളും അവിടുത്തെ ഇഷ്യൂസും ഒക്കെ സെൻസിറ്റൈസ് ചെയ്തിട്ട് അതിനിടയിൽ നിന്നുകൊണ്ട് മറ്റു പല ആൾക്കാർ സക്സസ്ഫുൾ ആകുന്ന പോലെ എനിക്ക് എങ്ങനെ സക്സസ് ആകാൻ പറ്റും എന്നുള്ള ഡയമെൻഷനിലാണ് പോയത്. അവൻ അവിടെ ചെന്ന് ഏറ്റവും ബെസ്റ്റായിട്ട് ജോബിൽ എനിക്ക് തോന്നുന്നു ഒരു 80 to 1 CR ഒക്കെ ജോബിലേക്കൊക്കെ കയറി. അപ്പോൾ ഈ ലെവലിലേക്ക് ഓറിയൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാരും കുട്ടികളും അവർ കറക്റ്റായിട്ട് ഈ ചതിക്കുഴികളും ചലിക്കുഴികളും എന്നൊക്കെ നമ്മൾ ഇവിടുന്ന് ചിന്തിക്കുന്നതിനകത്ത് വെറുതെ പോയി വീഴാതെ അവർ കൃത്യമായിട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള, ഇവിടെ ഈ കോഴ്സിലേക്ക് വിദേശത്ത് ജോബ് ഉണ്ട്, അവിടെ ഹോസ്റ്റലുണ്ട്, കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു പോകുന്ന ഏത് ഏജൻസിയാണ് അവിടുത്തെ ലൈഫ് സ്റ്റൈലിൽ കൃത്യമായിട്ട് ഓറിയന്റേഷൻ കൊടുത്തിട്ടുള്ള അതർ ദാൻ ദ ബേസിക് ബിസിനസ്? ആ ഓറിയന്റേഷനോട് കൊണ്ടുവന്ന് കൃത്യമായിട്ട് വരുവാണെങ്കിൽ അവിടെ ലൈഫിനെ ട്രാക്കിലേക്ക് ആക്കാൻ പറ്റും. ഇനി ആൾക്കാർ എവിടെ വേണമെങ്കിലും പൊക്കോട്ടെ, ഇവിടെയാണെങ്കിൽ അവിടെ ആയിക്കോട്ടെ. ജീവിതം നഷ്ടപ്പെട്ടു പോയിട്ട് കയ്യിൽ ഡോളർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ കാരണം ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ക്ലയൻസിനെ നമുക്ക് കാണാൻ പറ്റുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് അവരവിടെ റിയലായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അവർക്കൊരു മലയാളിയോട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഒരു സൈക്കോളജിസ്റ്റോട്. അപ്പോൾ അവർ ഓൺലൈനിലായിട്ടൊക്കെ സർവീസ് എടുക്കുന്നു. എല്ലാ സ്ഥലത്തും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ജീവിതം വെച്ചുള്ള കളിയാകുമ്പോൾ അല്പം കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ജീവിതമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹൗ ഡു യു ലിവ്, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും എന്താ പറയുക അറിയാം, ഈ പോകുമ്പോൾ വലിയ ആസ്പിറേഷൻ ഒന്നും ഇല്ലായിരിക്കും, ഒരു ജീവിതമൊക്കെ ഒന്ന് മെച്ചപ്പെടണമെന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ 2 bedroom ഒക്കെ ഒരു വീടൊക്കെ വാങ്ങിച്ചിങ്ങനെ ഇരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി ഈ വീട് പോരാ. അപ്പോൾ എന്ത് പറ്റും, ഇതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു വലിയ വീട് മേടിക്കും. ഞാൻ UK മലയാളിയുടെ കാര്യം പറയുന്നു. ഇതിനെ മോർട്ടഗേജിലേക്ക് കൊടുക്കും, എന്നിട്ട് അത് മേടിക്കും. അതിനും ലോൺ ഇതിനും ലോൺ, എന്നിട്ട് പറയും ഇത് വാടകയ്ക്ക് കൊടുക്കുകയാണല്ലോ എന്ന് പറയും, ഇത് വാടക. അപ്പോൾ അത് പിന്നെ വീട്ടാൻ വേണ്ടിയുള്ള അടുത്ത പരിശ്രമം. അതിനിടയ്ക്ക് നാട്ടിലൊരു വീട് വെച്ചില്ലേ മോശമല്ലേ? ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് ഇതും എല്ലാം കൂടി ആസ്പിറേഷനിൽ, അതായത് നമ്മൾ പറയില്ലേ എക്കണോമിക്സിൽ നമ്മൾ പറയും നമ്മൾ എവിടെ ഒരു അതിർത്തി രേഖ വരയ്ക്കണം എന്നുള്ളത് മറന്നു പോകുന്നു. നമ്മളൊരു ബൗണ്ടറി ലൈൻ വരയ്ക്കാൻ മറന്നു പോകുന്നു. കാരണം പോയത് വലിയ ആസ്പിറേഷനോട് കൂടിയാണ്. അതുകൊണ്ട് എവിടെ വരയ്ക്കണമെന്ന് അറിയത്തില്ല, ആ രീതിയിലുള്ള ട്രെയിനിങ്ങും കിട്ടിയിട്ടില്ല, പ്രോപ്പർ ഓറിയന്റേഷൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്. 10 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരാമെന്ന് പറയുന്നു, 20 വർഷം കഴിയുമ്പോൾ പിള്ളേർ വലുതായി അവർ വരികയില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നു. അവർക്ക് വന്നവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ കൾച്ചർ. ചിലരൊക്കെ പറയാറുണ്ട് പിള്ളേർ ഒരു 10 വയസ്സ് വരെ ഞങ്ങളവിടെ നിൽക്കുള്ളൂ, പിന്നെ ഇങ്ങ് പോരും എന്ന് പറയും. 10 വയസ്സാകുമ്പോൾ തോന്നുന്നു ഇച്ചിരി കൂടി കഴിഞ്ഞിട്ട് പിള്ളേർ ഒരു +2 ആകുമ്പോൾ പിള്ളേർ +2 കഴിഞ്ഞാൽ പിള്ളേർ പറയാം അയ്യോ കേരളത്തിൽ വന്ന് ഞങ്ങളില്ലെന്ന് പറയും. അപ്പോൾ പേരൻസ് അവിടെ പെട്ടു. പലരുടെയും ഒരു നിസ്സഹായ അവസ്ഥയും നമ്മളിങ്ങനെ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യാവുന്ന അല്ല കേട്ടോ. ചില നല്ല മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്ന അനേകം മലയാളി കുടുംബങ്ങളെയും ഞാൻ ഈ യാത്രകളിലൊക്കെ പല രാജ്യങ്ങളും അതായത് വളരെ പ്രോപ്പറായിട്ട് പ്ലാൻഡ് ആയിട്ട് നേരത്തെ പറഞ്ഞാലും ഞാനും ഒക്കെ ഉപയോഗിച്ച് അതിർത്തി രേഖ എവിടെ വരയ്ക്കണമെന്ന് അറിയാൻ പറ്റിയ രീതിയിലൊക്കെ അങ്ങനെ പോകുന്ന അനേകം കുടുംബങ്ങളെയും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെയാണെന്നല്ല, കടടച്ച് വെടിവെക്കുകയല്ല, ബട്ട് ജനറലി നമുക്ക് സങ്കടം തോന്നും. കേരളത്തിൽ ഇവരുടെയൊക്കെ ബ്രെയിൻ ഇവിടെ ഉപയോഗിച്ചിരുന്നെങ്കിൽ, ഇവരുടെ കപ്പാസിറ്റി ഇവിടെ യൂട്ടിലൈസ് ചെയ്തിരുന്നെങ്കിൽ എത്രയായിരുന്നു. അതിന് തക്കവണ്ണം ഗവൺമെന്റിന്റെയും മറ്റു കാര്യങ്ങളെ സപ്പോർട്ടോടെ കിട്ടിയിരുന്നെങ്കിൽ അപ്പോഴാണ് പൂർണ്ണമാകുക. തീർച്ചയായും കേരളത്തിന്റെ ഏറ്റവും മികച്ച ബുദ്ധി കേന്ദ്രം വിദേശ രാജ്യങ്ങളിലേക്ക് വിമാന ടിക്കറ്റ് എടുക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ടീച്ചർ പറഞ്ഞതുപോലെ എല്ലാ തീരുമാനങ്ങൾക്കും അതിർവരമ്പുകൾ നമ്മൾ നിശ്ചയിക്കണം. അത് വിദേശ രാജ്യത്തേക്കുള്ള കുടിയേറ്റത്തിലും അല്ലാത്ത പക്ഷം വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരുമെന്നാണ് സമീപകാലത്തെ ധാരാളം വാർത്തകൾ, അനുഭവസ്ഥരുടെ വാചകളിൽ നിന്നെല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഈ ജാഗ്രത ഈ കാലം ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഒരു വിവേചനം, ഈ ഒരു വിസ്ഡം, ഈ ഒരു ജ്ഞാനം ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നുണ്ട്. അല്ലാത്ത പക്ഷം വലിയ ചതിക്കുഴികളിലേക്കും തീരാകടങ്ങളിലേക്കും പ്രാരാബ്ധങ്ങളിലേക്കുമൊക്കെ നടന്നെടുക്കുന്ന ജപ്തി നോട്ടീസുകൾ വീടുകളെ തേടിയെത്തുന്ന, വീടുകൾ പണയം വെക്കുന്ന, അനാഥമാകുന്ന വീടുകളെയും വൃദ്ധരെയും കാത്തിരിക്കുന്ന ഒരു കാലത്തെ ആയിരിക്കും
നമ്മൾ അവശേഷിപ്പിക്കുക. ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു. പ്രിയപ്പെട്ട അതിഥികൾക്ക്, പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം.